വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മുടിയൻ ദിയ കോംബോ ഇനി ഉണ്ടാവുമോ എന്നുള്ളതിനുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ടും റാംകുമാറും ഹൈമോദിയും ഉപ്പുമുളകും വിട്ടു പോയോ എന്നതിനെക്കുറിച്ചുമാണ് നമ്മളിന്ന് മെയിനായിട്ട് സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് റാംകുമാറും ഹൈമോദിയും എവിടെ പോയി, ഇനി ഉപ്പുമുളകിൽ തിരിച്ചു വരില്ല? കുറേ കമൻറ്റ്സ് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പുമുളകിൽ ഇപ്പോൾ അവരില്ലാത്തതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവർ ഉപ്പുമുളകിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് അവർ വരാതിരിക്കുമ്പോൾ ഇനി അങ്ങനെ വരാതിരുന്നാൽ മതി എന്നുള്ളതായിട്ടുള്ള കുറേ കമൻറ്റ്സ് നമ്മൾ വായിക്കുന്നുണ്ടായി. അപ്പോൾ ആദ്യം അതിനുള്ളൊരു മറുപടിയാണ് നമ്മൾ തരുന്നത്. റാംകുമാറും ഹൈമോദിയും ഇപ്പോൾ മുകളിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. അതായത് എപ്പിസോഡിൽ വന്നിട്ടില്ലെങ്കിലും അവർ ഷൂട്ടിങ്ങിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒഫീഷ്യലായിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വരുന്ന വാരങ്ങളിൽ തന്നെ അവരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒരു കമൻറ്റ് നമ്മൾ വായിച്ചപ്പോൾ അതിൽ കണ്ടത് റാംകുമാറും ഹൈമോദി ഇപ്പോൾ ഇല്ല, ഇനി അടുത്ത് ദിയയും ഒഴിവാക്കണം എന്ന രീതിക്ക് കുറച്ച് കമൻറ്റ്സ് നമ്മൾ വായിക്കുകയുണ്ടായി. അപ്പോൾ അതിനെന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ അതിന് യാതൊരു ചാൻസും തന്നെ ഇല്ല. റാംകുമാറും ഹൈമോദിയും ദിയയും ഇവരിനി കണ്ടിന്യൂസ് ആയിട്ട് ഉപ്പുമുളകിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. കുറേ പേര് മുടിയനേ ഇല്ല, പിന്നെ എന്ത് പ്രസക്തിയാണ് ഈ ഒരു 3 ക്യാരക്ടേഴ്സും ഉപ്പുമുളകിലുള്ളത് എന്ന രീതിക്ക് ചോദിക്കുന്നുണ്ട്. അത് ചോദിക്കുന്നത് ന്യായമായിട്ടൊരു കാര്യമാണ്. കാരണം മുടിയനുമായിട്ടാണ് ഇവർ മൂന്ന് ക്യാരക്ടേഴ്സിനും ബന്ധമുള്ളത്. മുടിയനില്ലാതെ ദിയയും റാംകുമാറും ഹൈമോദിയും ഇവർക്ക് ആർക്കും തന്നെ ഉപ്പുമുളകിൽ ഒരു പ്രാധാന്യവുമില്ല. ഇപ്പോൾ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുടിയനില്ല, പക്ഷേ ഈ 3 ക്യാരക്ടേഴ്സും ഉപ്പുമുളകിലുണ്ട്. മുടിയൻ തന്നെ ആ ഒരു ഇൻ്റർവ്യൂവിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരോട്, അതായത് മുടിയനില്ലാതെ യാതൊരു പ്രസക്തിയും ഇവർക്ക് ഇല്ല എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നില്ലെങ്കിൽ അങ്ങനെ പറയുന്നവരോട് നമുക്ക് പറയാനുള്ളത്, ഇത് ഉപ്പുമുളകിൻ്റെ ഒരു ഫേസ് 2 ആരംഭിച്ച ശേഷമാണ് മുടിയൻ്റെ പ്രശ്നമുണ്ടാകുന്നത്. അതായത് ഈ ക്യാരക്ടേഴ്സുകളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് മുടിയൻ മാറി നിന്നതും. കുറേ നാൾ വെയിറ്റ് ചെയ്തൊരു 4 മാസമോളം മുടിയൻ ഉപ്പുമുളകിൽ തന്നെ വരാതെ വെയിറ്റ് ചെയ്തിട്ട് പോയി ഇൻ്റർവ്യൂ കൊടുത്തിട്ടാണ് ഈ പ്രശ്നം ഇത്രത്തോളം ഗുരുതരമാകാൻ. അപ്പോൾ ആ ഒരു 3 ക്യാരക്ടേഴ്സെയും പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഡയറക്ടർ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള റോൾ തന്നെയായിരുന്നു. മാത്രമല്ല ഇവർ രണ്ടുപേരും, അതായത് റാംകുമാറും ഹൈമോദിയും എന്ന 2 ക്യാരക്ടേഴ്സും ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളായിരുന്നു. സജിത വേട്ടിയും രാജേഷ് ഹെബ്ബാറുമുണ്ട്. ഇവർ ഓൾറെഡി സിനിമയിലും സീരിയലിലൊക്കെ സജീവമായിരുന്ന ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. അപ്പോൾ അവരെ കൊണ്ടുവന്നിട്ട് ചെറിയ ചെറിയ റോളിലൊന്നും അഭിനയിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർക്ക് ആ സമയത്ത് ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെയായിരുന്നു, പക്ഷേ കുറച്ച് സീരിയൽ ടൈപ്പായിരുന്നു എന്ന് മാത്രം. പിന്നീട് മുടിയൻ പോയ ശേഷം ഈ 3 ക്യാരക്ടേഴ്സ് ഒരു അത്രത്തോളം പ്രാധാന്യമില്ലാതായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ മുടിയൻ തിരിച്ചു വന്നാൽ മാത്രമേ ഇവർക്ക് ഉപ്പുമുളകിൽ എന്തെങ്കിലും ഒരു വിലയുണ്ടാകത്തുള്ളൂ. മാത്രമല്ല മുടിയൻ ദിയ ഇവർ രണ്ടുപേരും ഈ കോമ്പിനേഷൻ നമ്മൾ അധികം കണ്ടിട്ട് തന്നെ ഇല്ല. ആ ഒരു കല്യാണം കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞിട്ട് 5-6 എപ്പിസോഡ് മാത്രമേ ഇവർ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്നു പോലെയുള്ള. ആ സമയത്ത് ഭയങ്കര ഷോക്കായിരുന്നു ഉപ്പുമുളകും എപ്പിസോഡ്. ഇപ്പോൾ ഒരു സിറ്റ്കോം ആയതിനു ശേഷം ഇവർ രണ്ടുപേരുടെയും കോമ്പിനേഷൻ, ഇവർ രണ്ടുപേരുടെയും ആ ഒരു കെമിസ്ട്രി ഒന്നും ഇതുവരെ ഉപ്പുമുളകും ഓഡിയൻസ് വിറ്റ്നസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ മുടിയൻ തിരിച്ചു വരികയാണെങ്കിൽ ആ ഒരു കോംബോ കാണാനും കൂടി കുറേ പ്രേക്ഷകർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു കോമ്പിനേഷൻ, മുടിയനും ദിയയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ എങ്ങനെയുണ്ടാകുമെന്ന് കാണാൻ കുറേ പേര് വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ പതിയെ മുടിയൻ തിരിച്ചു വരുന്നത് പോലെയുള്ള സ്റ്റോറി സന്ദർഭങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഇന്ന് ഇറങ്ങിയ പ്രോമോയിൽ തന്നെ കേശു പറയുന്നുണ്ട് 5 മക്കളുടെ അച്ഛൻ എന്ന രീതിക്കൊക്കെ. ഇതിനു മുമ്പൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എപ്പിസോഡിൽ മുടിയൻ എന്നൊരു ക്യാരക്ടർ ഉണ്ടോ ഇല്ലയോ, ഇല്ല 5 മക്കളുണ്ടോ ഇല്ല എന്ന രീതിക്കൊന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പതിയെ അത് മാറി വരുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഡയറക്ടർ മാറി തന്നെയാണ്. ഇപ്പോൾ പുതിയ ഡയറക്ടറാണ് ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് റീസൺ. ഏതായാലും മുടിയൻ വരും, ലേറ്റ് ആകുമെന്ന രീതിക്ക് ഉപ്പുമുളകും ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വിശ്വസിക്കാം നമുക്ക്. എത്രയും പെട്ടെന്ന് മുടിയൻ്റെ ഒരു റീ എൻട്രിക്ക് വേണ്ടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഉപ്പുമുളകിൽ നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ ആരാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.